മന്ദിരത്തിൽ വനിതകൾക്കായുള്ള ശൗചാലയങ്ങൾ ആവശ്യത്തിനില്ല എന്ന സാഹചര്യം ജപ്പാനിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്. ജപ്പാനിലെ പാർലമെന്റ് മന്ദിരത്തിൽ സ്ത്രീകൾക്കായി കൂടുതൽ ശൗചാലയങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വനിതാ എംപിമാർ ചേർന്ന് സമർപ്പിച്ച ഹർജി രാജ്യത്തെ ലിംഗസമത്വ ചർച്ചകൾക്ക് പുതിയ ഉണർവ് നൽകിയിരിക്കുകയാണ്. ഏകദേശം 60 വനിതാ പാർലമെന്റ് അംഗങ്ങൾ ഒപ്പുവെച്ച ഹർജി അടുത്തിടെ ലോകസഭ നിയമനിർമ്മാണ നിയന്ത്രണ സമിതിക്ക് കൈമാറുകയുണ്ടായി. പ്രധാനമന്ത്രി സാനെ തക്കൈച്ചി ഉൾപ്പെടെയുള്ള വനിതാ അംഗങ്ങളാണ് ഹർജിയിൽ ഒപ്പിട്ടിട്ടുള്ളത്. പുരുഷാധിപത്യമാണ് ഇപ്പോഴും ജപ്പാനിലെ രാഷ്ട്രീയ രംഗത്തെ മുഖമുദ്ര. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വനിതാ പ്രതിനിധികളുടെ എണ്ണം വർദ്ധിച്ചത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയുണ്ടായിരുന്നു. 2025 ഒക്ടോബറിൽ സാനെ തക്കൈച്ചി ജപ്പാന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ചരിത്രം കുറിക്കുകയും ചെയ്തു. ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ പാർലമെന്റിൽ ഒരുക്കിയിട്ടില്ലെന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളുടെ കാരണം. ഈ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതനുസരിച്ചുള്ള സൗകര്യങ്ങൾ പാർലമെന്റിൽ ഒരുക്കിയിട്ടില്ലെന്നതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദത്തിന്റെ കേന്ദ്രബിന്ദു. 1936 നിർമ്മാണം പൂർത്തിയാക്കിയ പാർലമെന്റ് മന്ദിരം ജപ്പാനിൽ വനിതകൾക്ക് വോട്ടവകാശം ലഭിക്കുന്നതിന് മുമ്പേ രൂപകൽപ്പന ചെയ്തതാണ്. ഇപ്പോൾ ഈ കെട്ടിടത്തിൽ 67 ക്യൂബിക്കിളുകൾ ഉള്ള 12 പുരുഷ ശൗചാലയങ്ങൾ ഉള്ളപ്പോൾ സ്ത്രീകൾക്കായി വെറും 22 ക്യൂബിക്കിളുകളുമുള്ള 9 ശൗചാലയങ്ങളാണ് ഉള്ളത് എന്നതാണ് സ്ഥിതി. അതേസമയം ടോക്കിയോയിലെ ഡൈറ്റ് ബിൽഡിംഗിന്റെ മുഖ്യ പ്ലീനറി ഹാളിനടുത്ത് തിരഞ്ഞെടുത്ത 73 വനിതാ അംഗങ്ങൾക്ക് ഉപയോഗിക്കാൻ 2 ക്യൂബിക്കിളുകളിൽ മാത്രമുള്ള ഒരു ശൗചാലയമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയുമ്പോൾ തന്നെ ഈ വിവേചനത്തിന്റെ ആഴം മനസ്സിലാകും. ഇത്രയും വനിതാ അംഗങ്ങളുള്ള പാർലമെന്റിൽ ഇതുപോലുള്ള അസൗകര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. പ്ലീനറി സമ്മേളനങ്ങൾക്ക് മുമ്പ് വനിതാ അംഗങ്ങൾ നീണ്ട നിരയിൽ ശൗചാലയങ്ങൾക്ക് മുന്നിൽ കാത്തു നിൽക്കേണ്ടി വരുന്നതായി പരാതിയുമുണ്ട്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ലിംഗാതിര സൂചികയിൽ ജപ്പാൻ ഈ വർഷം 148 രാജ്യങ്ങളുടെ പട്ടികയിൽ 118ാം സ്ഥാനത്താണ്. രാഷ്ട്രീയത്തോടൊപ്പം ബിസിനസ്സിലും മാധ്യമ രംഗങ്ങളിലും സ്ത്രീകളുടെ സാന്നിധ്യം കുറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ കീഴ്സഭയിലെ 465 അംഗങ്ങളിൽ 72 പേരും മേൽസഭയിലെ 248-ൽ 74 പേരും സ്ത്രീകളാണ്. നിയമസഭയിലെ വനിതാ പ്രാതിനിധ്യം 30% എത്തിക്കണമെന്നാണ് ജാപ്പനീസ് സർക്കാരിന്റെ ലക്ഷ്യം. നോർഡിക് രാജ്യങ്ങളുടെ തലത്തിൽ ലിംഗസമത്വം താൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി തക്കൈച്ചി പറഞ്ഞിരുന്നെങ്കിലും തന്റെ 19 അംഗ മന്ത്രിസഭയിൽ 2 വനിതകളെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ഒരു അപാകതയായി കാണേണ്ടതുണ്ട്. സ്ത്രീ ശൗചാലയങ്ങളിലേക്കുള്ള ഈ ആവശ്യങ്ങൾ ഒരു വിധത്തിൽ പുരോഗതിയുടെ അടയാളമാണ്. അതേസമയം ജപ്പാനിൽ ലിംഗസമത്വം ഇപ്പോഴും പൂർണ്ണതയിലേക്ക് എത്താത്തതിന്റെ പ്രതിഫലമാണ് ഇതെന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട്. പാർലമെന്റിലെ വനിതാ അംഗങ്ങളുടെ സൗകര്യം കണക്കാക്കി ശൗചാലയങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള പോരാട്ടം തുടങ്ങിയിട്ടുണ്ട് എന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. പോരാട്ടം വിജയം കാണുമോ എന്ന് മാത്രമേ ഇനി അറിയേണ്ടതായുള്ളൂ.